ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു സ്ലീവ് ഡിസൈൻ ആയിട്ടാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഓണം സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ലീവ് ഡിസൈനാണ്. അപ്പോൾ നമ്മളിതുപോലെ ഒരു വൈറ്റ് കളർ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓണം സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എന്താ പറയണേ, വൈറ്റ് അല്ലാണ്ട് നമുക്കൊരു ഒരു ക്രീം കളറോ അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത്, നമ്മൾ ഓണത്തിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ അതായത് സ്ലീവിൻ്റെ താഴെ ഭാഗം, ബോട്ടം ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു മാർക്കിങ് നമുക്ക് ശരിക്കും ആവശ്യമുള്ളതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് അത് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് എടുത്തേക്കുന്നത്. ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത്. വൈറ്റ് കളർ അല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റ് ഷെയ്ഡ് വരുന്ന ക്ലോത്തിൽ നമുക്ക് ഇതുപോലുള്ള ഡാർക്ക് കളർ കൊണ്ട് മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മേളിലും താഴെയായിട്ട് നമ്മൾ വരച്ചു കൊടുത്തേക്കുന്ന ആ ഒരു വരയുടെ മേളിലും താഴെയായിട്ടും ഇതുപോലെ റൗണ്ടുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട്, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു ശിഖരങ്ങളൊക്കെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് വരച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ നല്ല തിക്കായിട്ട് നിങ്ങൾക്കൊന്ന് വരച്ച് കാണിച്ചു തരാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ടൊന്നും വരയ്ക്കേണ്ട, കാരണം എവിടെയെങ്കിലും ഒന്ന് തെളിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകാൻ പാടായിരിക്കും, അപ്പോൾ അത് വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് വരുന്നത് ഇതിൻ്റെ മേളിലേക്ക്, നമ്മുടെ സ്ലീവിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് വരുന്നതാണ്, ത്രെഡ് വർക്കും അതുപോലെ ബീഡ്സ് വർക്കും വരുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മാർക്കിങ്. നമുക്ക് സിമ്പിളായിട്ട് സ്ലീവിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡിസൈനാണ് കേട്ടോ. ഈ ഒരു ഡിസൈനിൻ്റെ മെയിൻ മാർക്കിങ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ പാറ്റേൺ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കടുപ്പിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗ്ലാസ് മാർക്കിംഗ് പെൻസിലൊക്കെ ആണെങ്കിൽ ഒത്തിരി കടുപ്പിച്ചൊന്നും വരയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് തീരെ അതായത് മാഞ്ഞു പോകും അല്ലെങ്കിൽ അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് അതിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സൗകര്യത്തിനനുസരിച്ച് അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്ന ഒരു ചോക്കുണ്ടല്ലോ, അതുകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതോട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് മെയിനായിട്ടും ഇതിനകത്തേക്ക് വരുന്ന ത്രെഡ് ഇതേപോലെ ഒരു കളറാണ്. അപ്പോൾ അത് ഞാൻ സിൽക്കിൻ്റെ ത്രെഡാണ് എടുത്തേക്കണേ. അതുപോലെ നോർമൽ നീഡിൽ നമ്പർ 6 എടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കട്ട് ബീഡ്സുമാണ്. അപ്പോൾ ഇത്രയും മതിയാവും. പിന്നെ ഞാൻ അതായത് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ത്രെഡില്ലേ, ഇപ്പോൾ ഞാനൊരു റെഡ് കളറാണ് ഇപ്പോൾ എടുത്തേക്കണേ. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ ത്രെഡ് ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ ഒരു ഫ്ലവർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തമ്പനെയിൽ പിക്ചർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മളിവിടെ ബുള്ളിയൻ റോസാണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ബുള്ളിയൻ നോട്ട് ഇട്ടിട്ട് ഫ്ലവർ ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിന് മുൻപേ അതായത് തൊട്ട് മുന്നേ ചെയ്തിരുന്ന വീഡിയോയിലും സെയിം ബുള്ളിയൻ നോട്ട് ഇട്ടിട്ടുള്ള ഫ്ലവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ സൂചി കുത്തിയെടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റേക്ക് ഇതുപോലെ താഴത്തോടെ കുത്തിയെടുക്കുക. അതിനുശേഷം ആ സൂചി ഇങ്ങ് വലിച്ചെടുക്കാതെ തന്നെ ആ സൂചി ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചതിന് ശേഷം ആ സൂചിയിൽ നൂലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം ആദ്യത്തെ ഒരു നോട്ട് മാത്രം 5 തവണയെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ ചെയ്യുന്ന ഫ്ലവറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത ഒരു ഇത് ചെയ്യുമ്പോഴത്തേക്കും, പിന്നെ ഞാൻ ചെയ്ത് കൊടുത്തതെല്ലാം 6 റൗണ്ടിലാണ് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നത് കേട്ടോ. ഇനി അടുത്ത് വീണ്ടും ഇതുപോലെ കുത്തിയെടുക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ താഴേന്ന് കുത്തി മേളിലേക്ക് പൊക്കിയെടുക്കുക. വീണ്ടും നമ്മൾ സൂചിയിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഈ ഒരു ഫ്ലവർ നോട്ട് ഞാൻ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പം പുതിയതായിട്ട് വരുന്നവരോടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ബേസിക് എംബ്രോയ്ഡറി എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട് യൂട്യൂബിൽ. അതിനകത്ത് ഇതുപോലുള്ള ബേസിക് നോട്ടുകളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കയറി നോക്കിയാൽ മതിയോ, നിങ്ങൾക്ക് നന്നായിട്ട് അത് മനസ്സിലാകും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇതൊക്കെ ഒരു തവണ കണ്ടു എന്ന് വെച്ച് നിങ്ങൾ ചെയ്താൽ നിൽക്കരുത്. ഈ ഒരു അതായത് ബുള്ളി നോട്ടൊക്കെ ഇച്ചിരി പാടുള്ള നോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് മാത്രമേ ഇത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഇതിന് ഫിനിഷിങ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സിൽക്കിൻ്റെ ത്രെഡൊക്കെ ആണെങ്കിൽ ആദ്യമേ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ നമ്മുടെ ആങ്കർ ത്രെഡോ അല്ലെങ്കിൽ ഡോളി ത്രെഡോ ഒക്കെ മേടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ ഒരു അതായത് നമ്മുടെ സിൽക്കിൻ്റെ ത്രെഡ് ആകുമ്പോൾ ഇതുപോലെ ഒരുപാട് ത്രെഡുകൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചൊക്കെ ചെയ്തില്ലെങ്കിൽ പൊങ്ങി നിൽക്കും. അപ്പോൾ അത് വൃത്തികേടായിരിക്കും കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് 12 സ്ട്രാൻഡ്സിലാണ് ഈ ഒരു ത്രെഡ് എടുത്തേക്കുന്നത്. അത്യാവശ്യം കട്ടിക്ക് നിൽക്കാനായിട്ടാണ് 12 സ്ട്രാൻഡിൽ എടുത്തേക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സിൽക്കിൻ്റെ ത്രെഡിന് പകരം ആങ്കർ ത്രെഡൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ഓൾറെഡി 12 സ്ട്രാൻഡ്സിൽ തന്നെയാണല്ലോ വരുന്നത്. ഇപ്പം നമ്മൾ ആ ഒരു ഫ്ലവർ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സെയിം കളർ ത്രെഡ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മേളിലേക്ക് വരുന്ന ലൈൻ ഫില്ല് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതോടൊപ്പം തന്നെ അത് ചെയ്ത് കാണിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളൊരു 3 സ്ട്രാൻഡിൽ എടുത്താൽ മതിയാവും ത്രെഡ് കേട്ടോ. അതിന് ശേഷം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഈ എടുത്തേക്കുന്നത് 4 സ്ട്രാൻഡിലാണ് എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 3 സ്ട്രാൻഡൊക്കെ എടുത്താൽ മതിയാവും. കാരണം ഇതൊരു ചെറിയ ലൈനാണ് മേളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒത്തിരി നൂലില്ലാതിരിക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഇതുപോലെ ചെയിൻ സ്റ്റിച്ചിൽ നമുക്ക് ആ ഒരു ലൈൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈൻ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. സ്റ്റെം സ്റ്റിച്ചോ ബാക്ക് സ്റ്റിച്ചോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്റ്റിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യണത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളത് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി കട്ടിക്ക് നൂലെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒന്നിടവിട്ടിട്ടാണ് നമുക്ക് ഈ ഒരു ലൈൻസ് ത്രെഡ് കൊണ്ട് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. മറ്റേത് നമ്മൾ ബീഡ്സ് കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതും കാണിച്ചു തരാം കേട്ടോ. ഈ വർഷം നമ്മൾ ആദ്യമായിട്ടാണ് ഓണം സ്പെഷ്യൽ വീഡിയോ ഒരെണ്ണം ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓണം സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഇനി അല്ലാതെ ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ബീഡ്സാണ് വരുന്നത്. ബീഡ്സിൽ വേറെ ഒന്നും അറിയാനൊന്നുമില്ല. നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ബാക്ക് സ്റ്റിച്ചിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഒന്നിടവിട്ട് ബീഡ്സും ഒന്നിടവിട്ട് ത്രെഡും അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് ഇച്ചിരി ഒരു പാട് ആ ഒരു ബുള്ളിയൻ നോട്ടിട്ട് ഫ്ലവർ ഫില്ല് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ലീവിലാണെങ്കിൽ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്ലവേഴ്സ് വരത്തുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ. അപ്പോൾ ഇതേപോലെയാണ് വരുന്നത്. നമ്മൾ അത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആ ഒരു ഫ്ലവറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തിരുന്ന ആ ഒരു സ്റ്റെം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സെയിം ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മളുടെ ത്രെഡാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ തീരെ അതായത് വണ്ണം കുറഞ്ഞിട്ട് നിൽക്കും. ഇപ്പോൾ നമുക്കിവിടെ ഒരു 2 സ്റ്റാൻഡിലേ വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ വണ്ണം കുറഞ്ഞിട്ട് വേണം നിൽക്കാനായിട്ട്. അപ്പോൾ ഇതും ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്താൽ മതിയാവും. സ്റ്റെം സ്റ്റിച്ചോ ബാക്ക് സ്റ്റിച്ചോ ഒക്കെ ഇവിടെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയൊരു രീതിയിലൊരു വളവ് ആ ഒരു ലൈന് കൊടുത്തിരുന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റെമ്മിന് കൊടുത്തിരുന്ന ആ ഒരു ശിഖരങ്ങൾ അതും ഇതേ രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് ആ ഒരു റൗണ്ട് ബീഡ് കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഈ ഒരു ഡിസൈൻ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ വീഡിയോസ് ഒരുപാട് പേർക്ക് ഇൻസ്പയർ ആവുന്നുണ്ട്, ഒത്തിരി പേര് ചെയ്ത് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻസും മെസ്സേജും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഫോട്ടോസ്, നിങ്ങൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അതിൻ്റെ ഫോട്ടോസും കൂടെ അയച്ചു തരികയാണെങ്കിൽ നമ്മളത് വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് അയച്ചു തരുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ, അതറിയുന്നത് ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പോൾ അതിന് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയാം, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ വീഡിയോസിൻ്റെയും അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ലിങ്കും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലുക്ക് ഇതേപോലെയാണ് വരുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.